ഹലോ, അതെ, ഡയറക്ടർ കുമ്പിടിയാണ്. അതില്ല, ഇവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചാനലുകാർ വരുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ട് വിളിക്കാം. അതെ, വന്നു കേട്ടോ, വന്നു വയ്ക്കാം. നമസ്കാരം. കുമ്പിടി സാറ്? അതെ, കുമ്പിടി, ഡയറക്ടർ കുമ്പിടി. ഡയറക്ടർ കുമ്പിടി ആയിരിക്കും. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളാണ്. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. വന്നു ഒരു മൊട്ടത്തലേനാ. അതെ സാറേ, ഞാൻ സാറിന് ഇപ്പം പഴയ കാലത്ത് ഒരു ഡയറക്ടർ ആണല്ലോ. അതെ അതെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ പലർക്കും എന്നെ അറിയില്ല. അത് ശരിയാണ്. നിങ്ങൾക്കറിയോ, പഴയ കാലത്ത് പല ഡയറക്ടർമാരും എം ടി ബാസുദേവൻ നായരും ഷാജി ചായ ഗ്ലാസും നോണയൻ അന്തിക്കാടും ഇങ്ങനെ തുടങ്ങിയ പല ആളുകളും പടച്ചുവിടുന്ന വൃത്തികെട്ട സിനിമകൾ അവസാനം എൻ്റെ തലയിലല്ലേ വന്നുകൊണ്ടിരുന്നത്. അതെങ്ങനെ സാറിൻ്റെ തലയിൽ വരുന്നത്? അതായത് ഇവരൊക്കെ പടച്ചുവിടുന്ന ചിത്രങ്ങൾ അവസാനം എൻ്റെ തലയിലാണ് വരുന്നത്. അതെങ്ങനെ സാറിൻ്റെ തലയിൽ വരുന്നത്? എനിക്ക് ഫിലിം പെട്ടി നോക്കണ പരിപാടി ഉണ്ടായിരുന്നു 24 വർഷം മുമ്പല്ലേ? അല്ല, അത് പണ്ട് തുടങ്ങിയ കാലത്ത്. ഓക്കെ, അപ്പൊ സാറേ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഈ മാട്ട എന്ന് പറഞ്ഞ സംഘടന ഒന്ന് പിളർന്നിരിക്കുകയാണല്ലോ. അതെ, ഒന്ന് പിളർന്നു, ഇനിയിപ്പോ പിന്നെയും പിളരും. അപ്പൊ അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഇവിടെ മലയാള സിനിമയിൽ അവർണരും സവർണരും എന്ന് 2 വിഭാഗം പേരുണ്ട്. ഇവിടെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഒരു വിഭാഗം പേര് മാത്രം സുഖിക്കുക, മറ്റൊരു വിഭാഗം പേര് മാത്രം കഷ്ടപ്പെടുക. അല്ല സാർ, എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയിൽ ഇവിടെ നടീനടന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. സാർ, ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ ചോദിക്കട്ടെ. അതുപോലെ പല നടന്മാർക്കും കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകാർ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഡയറക്ടർമാർക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ? ഇവർക്കും ഇല്ലേ വികാരവും വിചാരവും? അമ്മയും പെങ്ങന്മാരും ഒക്കെ ഭക്ഷണം കഴിക്കണ്ടേ അവർക്കും? സാർ, എന്ത് കൂട്ടിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞേ? താനെന്താ ഉദ്ദേശിച്ചേ? സാറെന്താ ഉദ്ദേശിച്ചേ? എടോ, ഞാൻ ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഡ്രൈവർമാർക്ക്, നടന്മാർക്ക് കൂട്ടിക്കൊടുക്കണു, എക്സിക്യൂട്ടീവിന് കൂട്ടിക്കൊടുക്കുന്നു, മറ്റേ നടികൾക്ക് കൂട്ടിക്കൊടുക്കുന്നു, എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാമെങ്കിൽ പാവപ്പെട്ട ഡ്രൈവേഴ്സിന് കൂട്ടിക്കൊടുത്തുകൂടെ? ശമ്പളം കൂട്ടിക്കൊടുക്കണം. അല്ല, താനെന്താ ഉദ്ദേശിച്ചേ? അല്ലല്ല, താനെന്താ ഉദ്ദേശിച്ചേ? അത് പോട്ടെ അല്ല, എനിക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ചേ. സാറേ, കുമ്പിളി സാറേ, താൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ എന്റെ ആശ്വാസത്തിന് ഞാൻ പറയരുത്. സിമെന്റും മണ്ണിലും കൂട്ടിക്കൊടുക്കണ കാര്യമല്ലേ താൻ ഉദ്ദേശിച്ചത്? മെക്കാട് പണി എനിക്കറിയാം. തൻ്റെ മൊട്ടത്തല കണ്ടപ്പോൾ എനിക്ക് തോന്നി തനിക്ക് ഇപ്പം എനിക്ക് പോയിട്ടുള്ള പരിചയമുണ്ടെന്ന്. ഏതായാലും താൻ ഒരു കാര്യം മനസ്സിലാക്കുക, മലയാള സിനിമയിൽ ഇനി കൂട്ടിക്കൊടുക്കാണ്ട് രക്ഷയില്ല. അപ്പം മലയാള സിനിമയിൽ കൂട്ടിക്കൊടുക്കണം. സാർ, ഇപ്പൊ ഈ ഒരു സംഘടനയിൽ ചെറിയ കണക്ക് വെട്ടിപ്പിന്റെ ഒരു സംഭവം ഞാനല്ല. അത് കണക്ക് വെട്ടിപ്പൊന്നും പറയാൻ പറ്റില്ല. അതായത് ചീറ്റിംഗ്. മലയാള സിനിമയിൽ ഒരു ഘടകമാണ് ചീറ്റിംഗ്. ചീറ്റ് ചെയ്യുക എന്നുള്ളത് ഘടകമാണ്. അതായത് പറഞ്ഞു തരാം. ഇപ്പോ ഒരേ സംവിധായകര് സിനിമ എടുക്കും. ഓടല്ല, അതായത് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീർത്ത് തന്നേക്കാം. അപ്പൊ ഈ നിർമ്മാതാവ് ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഈ സംവിധായകൻ ഈ ക്യാഷ് അങ്ങ് കൊടുത്തേക്കും. ഇതിന്റെ കണക്ക് അവസാനം പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്രെയിനൊക്കെ പോകുമല്ലോ, നമ്മുടെ നിസാമുദ്ദീനും ജയന്തിയൊക്കെ ഇങ്ങനെ പോകുമ്പോ നായികനെ പോകുന്ന സമയത്ത് നായികനെ അതിലെ അങ്ങ് ഓടിക്കും. എന്നിട്ട് ക്യാമറയിൽ എടുത്തങ്ങ് വെക്കും. എന്നിട്ട് പ്രൊഡ്യൂസർക്ക് കണക്കെഴുതും. നിസാമുദ്ദീൻ ട്രെയിൻ വാടകയ്ക്ക് എടുത്ത വക 58,000 രൂപ. അതുപോലെ തന്നെ ഈ നായകനെ ഇങ്ങനെ കുനിച്ചു നിർത്തിയൊക്കെ ഈ പ്ലെയിൻ പോകുമല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. ആ സമയത്ത് അവനെ ഇങ്ങനെ അടിയിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് അതും എടുത്തു വയ്ക്കും. എന്നിട്ട് പറയും, ഗൾഫെയറിൻ്റെ വിമാനം വാടകയ്ക്ക് എടുത്തു ഒരു പാട്ട് സീനിന് വേണ്ടി, അതിൻ്റെ വക 5 ലക്ഷം രൂപ. അല്ലാതെ കണക്ക് വെട്ടിച്ചതല്ല അത്. ഇല്ല, ഇതൊക്കെ ചീറ്റിംഗ് അല്ലേ? ഇതൊക്കെ ചീറ്റിംഗ് ആണ്. അല്ലാതെ ഇതിനകത്ത് ഒരു വെട്ടിപ്പുമില്ല. മലയാള സിനിമയിൽ കഴിഞ്ഞ 24 വർഷമായിട്ട് ഒറ്റ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കിട്ടിയിട്ടില്ല, സിനിമ കിട്ടിയിട്ടില്ല. എങ്ങനെ സിനിമ ഇടുന്നത്? സാർ, ഒരു ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ. ഈ സർഗശേഷിയുള്ള സംവിധായകർ എന്ന് പറയുമല്ലോ, അതിനെക്കുറിച്ച് സാർ എന്താ? ഇത്രയും പൊക്കവും കുറഞ്ഞ് കരത്ത്
അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട്? വാട്ട് ഈസ് യുവർ സർഗശേഷി? സാറാ അദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട്? എന്നെ കുറിച്ച്, എന്റെ സർഗശേഷിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവർ, ഞാനുമായിട്ട് അടുത്തവർക്കല്ലേ അറിയാൻ പറ്റും. വയലന്റ് ആവില്ല, ഞാൻ പറയുന്ന ഉത്തരം പറയട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണല്ലോ എന്നോട് ചോദ്യം ചോദിച്ചത്. അപ്പൊ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഉത്തരം പറയാനുള്ള എല്ലാവിധ ബാധ്യസ്ഥതകളും എനിക്കുണ്ടല്ലോ. അല്ല സാർ, ഞാൻ പറയുന്ന ആദ്യം കേൾക്കുക. എനിക്ക് സർഗശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഫാമിലിയോട് ചോദിക്കുക. ആരോട്? എൻ്റെ ഫാമിലി, എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ ഭാര്യമാരോടും ചോദിക്കുക. ഭാര്യമാരോ? എനിക്ക് 5 ഭാര്യമാരുണ്ട്. ഞാൻ 5 സിനിമ ചെയ്തു, എനിക്ക് 5 ഭാര്യമാരുണ്ട്. എത്ര ഭാര്യമാര്? 5 സിനിമ ചെയ്തു. അതിൽ ഓരോ സ്ത്രീകളെ ഞാൻ വിവാഹം കഴിച്ചു. ഓ, നായികമാരെ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ അകത്ത്? ഇല്ല, എയർ ഡ്രസ്സർമാരെയാണ് ഞാൻ കല്യാണം. മുടി ജീവി തരുന്ന ആൾക്കാരെ? അത് മേക്കന്മാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് പെണ്ണുങ്ങൾ വരും തമിഴ്നാട്ടിൽ നിന്ന്. അവരെ 5 പേരെ ഞാൻ കല്യാണം കഴിച്ചു, ഒരേ നിന്നായിട്ട്. അപ്പോൾ അവർ എത്ര മക്കളുണ്ട്? അതിലെല്ലാം കൂടെ ആയിട്ട് 10-25 മക്കൾ എനിക്കുണ്ട്. എന്നിട്ടാണ് എനിക്ക് സർഗശേഷി ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് ആകെ 2 മക്കളല്ലേ ഉള്ളൂ? ഇദ്ദേഹത്തിന് എന്ത് സർഗശേഷിയുണ്ട്? ഒരു ഭാര്യ, 2 മക്കൾ. എനിക്കുള്ളതിന്റെ ഒരു പകുതിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രീനിവാസന്റെ സിനിമകൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ മലയാളത്തിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? 5 or 6 അതിൽ കൂടുതലുണ്ടോ? 5 or 6? എന്ത് 5 or 6? ഒരു 5000 6000. 5000 6000? ചൂടാവിടെ എന്തിന്? സാറ് ചൂടാവുന്നുണ്ടല്ലോ. 5 ലക്ഷം. 5 ലക്ഷോ? പിന്നെ അന്ന് 5 കോടി, അതിൽ കൂടുതലില്ലല്ലോ. 5 കോടി മലയാളികളുണ്ടോ? പോരെ. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മിസ്റ്റർ മൊട്ടത്തലയൻ. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1282 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ലോകത്ത് വെറും 5 കോടി ജനങ്ങൾ കണ്ടാൽ മതിയോ ഒരു സിനിമ? വെറും 5 കോടി പേര് കണ്ടാൽ മതിയോ ഒരു സിനിമ? ഇത്രയും ജനങ്ങൾ 5 കോടി പേര് കണ്ടാൽ മതി. അതാണോ ഒരു സർഗശേഷിയുള്ള ആളുടെ സിനിമ? അല്ല, ഈ സർഗശേഷിയുള്ള സാറിന്റെ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ഒരു കാര്യം മനസ്സിലാക്കുക മൊട്ടത്തലയൻ. അതായത് എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിനെ നമ്മൾ കാണില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. കാണാതെ പിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, പൂജ ചെയ്യുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും കാണണമെന്നില്ല. അപ്പൊ സാറ് സർഗശേഷിയുള്ള ആളാണ്, സമ്മതിച്ചു. അതിന്റെ തെളിവുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. ഈ ഡയറക്ടർ കുമ്പിടി ആരാടെന്ന് അറിഞ്ഞുകൂടാ. അന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രേമനസീറിനെ അറിയുമോ? പഴയ കാലത്തെ പ്രേമനസീർ. ഇദ്ദേഹത്തിനെ പറ്റി ഞാനൊരു പ്രേമ ചിത്രം എടുത്തു. അത് പ്രേമത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. സാർ എടുത്തോ? എൻ്റെ ഒരു അബദ്ധം എന്ന് പറയാം. ആ പടം പൊളിഞ്ഞു, 4 നില പൊട്ടി. അതിനുശേഷം ഈ പ്രേമനസീർ എന്ത് ചെയ്തു? അദ്ദേഹം എന്നെ വിളിച്ചു, കുമ്പിടി നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വെച്ചൊരു പടം അനൗൺസ് ചെയ്തോ, അടുത്ത ചിത്രം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാമെന്ന്. ഞാൻ എന്നിട്ട് അടുത്ത പടം അദ്ദേഹത്തിനെ വെച്ച് ചെയ്തു. പടം ഭയങ്കര വിജയം. വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രേമനസീർ എന്ത് ചെയ്തു? കുമ്പിടി ഇങ്ങ് വന്നേ, ഇതാ പടത്തിൻ്റെ പോയ പൈസ കിട്ടിയല്ലോ, എന്നാ നീ കൊണ്ടുപോയി നാട്ടിലോട്ട് പോയിക്കോളാം, ഇനി മേലിൽ സിനിമ ചെയ്യാൻ നിൽക്കണ്ടെന്ന്. ജനങ്ങൾ അറിയാതെ അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രേമനസീർ ആരാ എന്നോട് സിനിമ ചെയ്യണ്ടെന്ന് പറയാ? അല്ല സാർ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുക. ഈ പ്രേമനസീർ ആരാണ് എന്നോട് സിനിമ ചെയ്യണ്ട എന്ന് പറയാൻ? അതിനുശേഷം ഈ പ്രേമനസീറിന്റെ വീടിന് മുന്നിൽ ഞാൻ ഷൂട്ടിംഗ് വെച്ചു. പ്രേംനസീറിന്റെ വീടിനുമില്ല. അദ്ദേഹം കാണണം. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇനി നീ സിനിമ ചെയ്യണ്ട, വീട്ടിലോട്ട് പോയിക്കോ. കുമ്പിളി സാറിന്റെ വാശി. അങ്ങനെ ഞാൻ ചെയ്ത പടം 8 നില പൊട്ടി. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ പ്രേമനസീർ ഇതറിഞ്ഞു. ഞാൻ ഒരു ഗതിയില്ലാതെ ആകെ വീണ്ടും മദ്രാസിൽ അവിടെ ഇങ്ങനെ കറങ്ങി കിടക്കാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, കുമ്പിടി ഒരു കാര്യം ചെയ്യ്, ഒരു 25,000 രൂപ എൻ്റെ കയ്യിൽ. അന്ന് 25,000 തന്നു. എന്നിട്ട് പറഞ്ഞു, നീ നാട്ടിലോട്ട് പോയിക്കോ, സിനിമ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ അന്ന് എന്ത് ചെയ്തെന്നറിയോ? ഇയാൾ തന്ന 25,000 രൂപ ഇങ്ങ് വാങ്ങിച്ചിട്ട് സാർ തിരിച്ചു കൊടുത്തല്ലേ? പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് ഞാൻ സിനിമ ചെയ്യണ്ടെന്ന് പറയാൻ? പ്രേംനസീറിനോട് ചോദിച്ചു. പിന്നെ ഞാൻ ചോദിക്കണ്ടേ? അദ്ദേഹം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു, സിനിമ ചെയ്യണ്ട. അതിനുശേഷം ഞാൻ ചെയ്തല്ലോ പല സിനിമകളും. ഭരത് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ്, നമ്മുടെ പ്രാചീന കലാരൂപങ്ങളായ മോഹിനിയാട്ടം, ഭരതനാട്യം, കൂച്ചിപ്പുടി, തെയ്യം, തിറ, ഒണീട തുടങ്ങിയ അല്ല കലാരൂപങ്ങളാ ഞങ്ങളുടെ നാട്ടിലുണ്ട് അങ്ങനെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്തു. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പത്തെ ഷോയ്ക്ക് പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് കൊള്ളാം, പക്ഷേ ഈ പടം വിജയിക്കണമെങ്കിൽ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ബെൽറ്റോ? അതായത് ബെൽറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3D കന്നഡ ഗുണത്തില്ലേ, ബൈഡിയർ.
എന്ന് പറഞ്ഞ പോലെ ബെൽറ്റ് സമ്പ്രദായം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ബെൽറ്റ് സമ്പ്രദായം അതായത് തിയേറ്ററിൽ ആൾ കയറി കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ടങ്ങ് പൂട്ടും. ഇവിടെ അരയില് എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ബെൽറ്റ് ഇട്ട് പൂട്ടിയ പിന്നെ മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റില്ല. പടം തീരണം ബെൽറ്റ് ഓൺ ആക്കണമെങ്കിൽ. അല്ലെങ്കിൽ പടത്തിൽ ആൾ നിൽക്കണ്ടേ, അവസാനം വരെ കാണണ്ടേ. അവസാനമാണല്ലോ ഇതിന്റെ സസ്പെൻസ് നിൽക്കുക. ബെൽറ്റ് ഇട്ട് പൂട്ടിയ ആൾക്കാരെ കാണിക്കുകയാണ്. അതുകൊണ്ടും അത് മാത്രമല്ല ആ പടം വിജയിക്കാൻ കാരണം. ഞാനൊരു ഐഡിയ കൂടി വെച്ചു. ഈ പടത്തിന്റെ ഇടയ്ക്കാണല്ലോ ഇന്റർവെൽ, സാധാരണ സിനിമയിൽ ഇന്റർവെൽ അങ്ങനെയാണല്ലോ. ഞാനത് അവസാനത്തേക്ക് മാറ്റി. പടം തീരുമ്പോ ഇന്റർവെൽ, 2.5 മണിക്കൂർ കഴിഞ്ഞ് ഇന്റർവെൽ. അപ്പൊ പടം തീരുമ്പോ ഇന്റർവെൽ. ഈ ഇന്റർവെൽ കാണുമ്പോ ഈ കണ്ട ജനം തന്നെ വീണ്ടും കേറുകയാണല്ലോ. ഇന്റർവെൽ കഴിഞ്ഞു വരുന്നു. അതെ, ഈ ഒരേ ഓഡിയൻസിനെ വെച്ച് ഒരാഴ്ച ഞാൻ ആ പടം ഓടിച്ചു. വെറൈറ്റിയാണ് സാറ്, ഭയങ്കര ബുദ്ധിജീവിയാണ്. വെറുതെ എല്ലാ താടിയും മുടി വളർത്തി. അതെ, അങ്ങനെയാണ് ആ പടം ഞാൻ ഒരാഴ്ച ഓടിച്ചത്. അതിനുശേഷവും പല പ്രാവശ്യം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ പടം ചെയ്തു. പടത്തിന് പൈസ കിട്ടി. അപ്പോഴും അദ്ദേഹം എന്നോട് പറയുന്നത് അങ്ങനെയാണ്, വീട്ടിൽ പോയിക്കോളാൻ. അപ്പൊ അത്രയ്ക്ക് ദേഷ്യമാണ് ചേട്ടനോട് പ്രേം നസീറിന്? ഞാനതാ ചോദിക്കുന്നത്, എന്താ പ്രേം നസീറിന് എന്നോട് ഇത്ര ദേഷ്യം? ചേട്ടന്റെ സർഗശേഷി അയാളെ നശിപ്പിക്കുകയാണ്. എന്റെ സർഗശേഷിക്ക് കൂച്ചുവലം കിടുകല്ലേ ഈ പ്രേം നസീർ? ആരാ പ്രേം നസീർ? എന്റെ അമ്മോ, നമ്മൾ പറഞ്ഞത് കേട്ടാണല്ലായിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കുമ്പടി ഒരു മിനിറ്റ് നല്ല മനസ്ഥിതിയുള്ള ആളാ. പണ്ട് ഇതുപോലെ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കണ്ടതേ, ഞാനിപ്പോ ഒരു സെറ്റപ്പ്. സാറേ, എനിക്ക് അവസാനമായിട്ട് ഒരു സെറ്റപ്പ് കൂടി റെഡിയാക്കി തരണം. നിനക്കൊരു സെറ്റപ്പ് കൂടി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. 27 വർഷം മുമ്പ് നിന്റെ പോലുള്ളവന്മാർക്ക് ഈ അടി വെച്ച് തന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. അയ്യട്ടടാ.